നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പന്തലംപാടം പെട്രോൾ പമ്പിൽ നിന്നും 1.5 ലക്ഷം രൂപ കവർച്ച. പ്രതികൾ കോഴിക്കോട് പിടിയിൽ. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ, അക്കീബ് എന്നിവരാണ് പിടിയിലായത്. പന്നിയങ്കര ടോൾ 7.5 കിലോമീറ്റർ ദൂരപരിധി സൗജന്യ യാത്രയ്ക്ക് അംഗീകരിക്കുന്നതായി പന്തലംപാടം സംയുക്ത സമരസമിതി. 10 കിലോമീറ്റർ ദൂരപരിധി വേണമെന്ന ആവശ്യത്തിലുറച്ച് മറ്റു സംഘടനകൾ. രാജ്യത്തെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മുൻ മന്ത്രി കെ ഇസ്മായിൽ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിച്ചാൽ സാമൂഹിക പുരോഗതി തന്നെ തകരുമെന്നും കെ ഇസ്മായിൽ. ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന് ജലദിനത്തിൽ തുടക്കം കുറിക്കും. ശുദ്ധജല ദൗർലഭ്യം നാൾക്കുനാൾ ഏറി വരുമ്പോഴും കൃത്യമായ ജല മാനേജ്മെന്റ് ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. പന്തലംപാടം പെട്രോൾ പമ്പിൽ നിന്നും 1.5 ലക്ഷം രൂപ കവർച്ച. പ്രതികൾ കോഴിക്കോട് പിടിയിൽ. വടക്കഞ്ചേരി പന്തലംപാടത്തെ പെട്രോൾ പമ്പിലെ മോഷണത്തിൽ പ്രതികൾ പിടിയിലായി. പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ, അക്കീബ് എന്നിവരാണ് കോഴിക്കോട് വച്ച് പിടിയിലായത്. കോഴിക്കോട് പന്നിയങ്കര പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർ നിരവധി ബൈക്ക് മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ കവർച്ചയ്ക്ക് ഉപയോഗിക്കാൻ എറണാകുളത്ത് നിന്നും മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ദേശീയപാതയിൽ പന്തലംപാടത്തിന് സമീപത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും ബൈക്കിലെത്തിയവർ പണം തട്ടിയെടുത്ത് കടന്നുകളയുകയായിരുന്നു. മാസ്ക് ധരിച്ച് ബൈക്കിൽ പമ്പിലെത്തിയ 2 പേർ പെട്രോൾ അടിക്കുന്ന സ്ഥലത്തെത്തി ജീവനക്കാരുടെ സമീപം വച്ചിരുന്ന ബാഗ് തട്ടിയെടുത്ത് പോവുകയായിരുന്നു. 48,380 രൂപയടങ്ങിയ ബാഗാണ് കവർന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ 12:50ഓടെയാണ് സംഭവം. CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. വാഹനം കേന്ദ്രീകരിച്ച് വടക്കഞ്ചേരി പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചാണ് കവർച്ചാ സംഘം വടക്കഞ്ചേരിയിൽ എത്തിയതെന്ന് തെളിഞ്ഞിരുന്നു. ബൈക്കിന്റെ ഉടമയുടെ മേൽവിലാസം പോലീസ് പരിശോധിച്ചപ്പോഴാണ് എറണാകുളം എന്ന് തിരിച്ചറിഞ്ഞത്. അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിയുടെ ബൈക്ക് കഴിഞ്ഞ ദിവസം മോഷണം പോയതായും തെളിഞ്ഞിരുന്നു. പന്നിയങ്കര ടോൾ 7.5 കിലോമീറ്റർ ദൂരപരിധി അംഗീകരിക്കുന്നതായി പന്തലംപാടം സംയുക്ത സമരസമിതി. 10 കിലോമീറ്റർ ആവശ്യത്തിലുറച്ച് മറ്റ് സംഘടനകൾ. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പാസയിൽ 7.5 കിലോമീറ്റർ ദൂരപരിധി സ്വീകാര്യമാണെന്ന് പന്തലംപാടം സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. MP MLA മാർ ജില്ലാ കളക്ടർ തുടങ്ങിയവരുടെ സമിതി മുന്നോട്ട് വച്ച നിർദ്ദേശം അംഗീകരിക്കും. ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസികൾ താമസിക്കുന്നത് 7.5 കിലോമീറ്ററിനകത്തായതിനാലാണ് ഈ നിർദ്ദേശം അംഗീകരിക്കുന്നത്. എന്നാൽ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട 10 കിലോമീറ്റർ പരിധിക്ക് വേണ്ടി ശ്രമിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടാതെ 4 ചക്രങ്ങളുള്ള ഓട്ടോ, കാർ, സ്കൂൾ വാഹനങ്ങൾ എന്നിവയെ ടോളിൽ നിന്നും ഒഴിവാക്കണമെന്നും സമരസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എന്നാൽ ടോൾ പാസയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യം അനുവദിക്കണമെന്നാണ് മറ്റ് സംഘടനകളുടെ ആവശ്യം. 7:30നും 10നും ഇടയിൽ പ്രധാന കേന്ദ്രങ്ങൾ ഏകോപിപ്പിച്ച് ദൂരപരിധി കണക്കാക്കി മാത്രമേ പിരിവ് നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് മറ്റ് സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. ഈ മാസം 25-നുള്ളിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാക്കി ഏപ്രിൽ 1 മുതൽ ടോൾ പിരിക്കാനാണ് കരാർ കമ്പനി ശ്രമം നടത്തുന്നത്. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കഞ്ചേരി ജനകീയവേദി ടോൾ പ്ലാസയിൽ പോസ്റ്റർ ഒട്ടിച്ചും പ്രതിഷേധിച്ചു. രാജ്യത്തെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മുൻ മന്ത്രി കെ ഇസ്മായിൽ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ KJU വടക്കഞ്ചേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ജനവിഭാഗം ആചരിക്കപ്പെടുന്ന ഒരു പ്രധാനിഷ്ടമാണ് ഈ നോമ്പ്. ഈ നോമ്പും ആ കാലത്തെ സക്കാത്തും ഒരു ആത്മസംയമനത്തിലുള്ള സന്ദർഭമായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. വിശപ്പും ദാഹവും ഒക്കെ ഒതുക്കി ശരീരത്തെ ഒന്ന് സാംശീകരിക്കാനും ശുദ്ധീകരിക്കാനും മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാനും അങ്ങനെ ക്രമപ്പെടുത്തിയെടുക്കുന്നതിന് കിട്ടുന്നൊരു സന്ദർഭമായിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത്. എല്ലാവരും ആ അർത്ഥത്തിലൊക്കെ അത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വേദിയായിട്ടാണ് ഇതിനെ പ്രയോജനപ്പെടുത്തുന്നത്. മുസ്ലിംസ് മാത്രമല്ല, ആ പ്രദേശത്തെ എല്ലാ വിഭാഗം വ്യക്തികളെയും സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു കൂട്ടുകയും ഒന്നിച്ചു കൂടുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് പിരിയുകയും ചെയ്യുന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വേദികളാക്കി മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് ഈ തരമൊരു പരിപാടി വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ
ജേർണലിസ്റ്റ് യൂണിയൻ എൻ്റെ വടക്കഞ്ചേരി മേഖലാ കമ്മിറ്റിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിങ്ങളെ ഉദ്യമത്തിന് വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടുകയും ഇപ്പോൾ വളർന്നു വരുന്ന നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിഭാഗീയത, ജാതീയമായ വേർതിരിവ്, ചേരിതിരിവ് എന്ന് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഒക്കെ വരികയാണ് ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില വടക്കൻ സംസ്ഥാനങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഹിന്ദുക്കളുടെ ചില ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് മുസ്ലിം പള്ളികൾ കാണാതിരിക്കുന്നതിന് കോർപ്പറേറ്റും മറ്റു പലതരത്തിലും മറയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിച്ചാൽ സാമൂഹിക പുരോഗതി തന്നെ തകരുമെന്നും കെ ഇസ്മായിൽ പറഞ്ഞു. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ജീജോ അറയ്ക്കൽ അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ റമദാൻ സന്ദേശം നൽകി. വ്യാപാരി സംരക്ഷണ സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി കെ അച്യുതൻ, വടക്കഞ്ചേരി CI കെ പി ബെന്നി, KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മീജൻ, ജില്ലാ പ്രസിഡന്റ് TV ശിവദാസ്, സെക്രട്ടറി C രാമൻകുട്ടി, ബോബൻ ജോർജ്, PK ബിജു, R ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന് മാർച്ച് 22 ജലദിനത്തിൽ തുടക്കം കുറിക്കും. ശുദ്ധജല ദൗർലഭ്യം നാൾക്കുനാൾ ഏറി വരുമ്പോഴും കൃത്യമായ ജല മാനേജ്മെന്റ് ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ നേതൃത്വത്തിൽ ജലസംരക്ഷണം ഏറ്റെടുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാരമ്പര്യ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വിനോദ് M നമ്പ്യാർ, അനിൽ എഴുത്തച്ഛൻ, TR ബാലസുബ്രഹ്മണ്യൻ, VA വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. അപ്പോൾ ഈ വ്യാവസായിക ആവശ്യത്തിനായാലും ശരി, ഗാർഹിക ആവശ്യത്തിനായാലും ശരി, കുടിവെള്ളത്തിനായാലും ശരി, അല്ലെങ്കിൽ കൃഷിക്കായാലും ശരി, മലമ്പുഴ പോലെയുള്ള ഡാമുകളിൽ നിന്ന് കൊണ്ടുപോകുന്ന കനാൽ വെള്ളം നമുക്ക് നഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ വളരെ വിലപ്പെട്ട ഒരു സോഴ്സാണ് വെള്ളം. ഈ വെള്ളം നമുക്ക് നഷ്ടപ്പെടുകയാണ് വഴിയിലൂടെ. നഷ്ടപ്പെടുന്നതല്ല, ഭൂമിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഉദ്ദേശിച്ച ലക്ഷ്യം നമുക്ക് ഈ പ്രോജക്റ്റിലൂടെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിലെ ജലസേചന സംവിധാനങ്ങളെ എന്താ പറയുക, പുനരുജ്ജീവിപ്പിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ നാലാമത്തെ ഒരു പ്രധാന കാരണമെന്ന് പ്രശ്നമല്ല, നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. പാലക്കാട് പുതുശ്ശേരിയിൽ 1.9 ഗ്രാം മെത്താംഫിറ്റാമിൻ പിടികൂടിയ സംഭവത്തിൽ ഒരാളെ കൂടി കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പരിയാരം വാർക്കാട് മണികണ്ഠനാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച പുതുശ്ശേരി ജംഗ്ഷനിൽ നിന്നും 1.9 ഗ്രാം മെത്താംഫിറ്റാമിനുമായി പിടിയിലായ അരവിന്ദ് കൃഷ്ണയ്ക്ക് ലഹരിമരുന്ന് നൽകിയത് മണികണ്ഠനാണ്. ഇയാൾ മെത്താംഫിറ്റാമിൻ മൊത്തമായി വാങ്ങി ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. സാമൂഹ്യ സേവന ദിനത്തോടനുബന്ധിച്ച് ഒലിവിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു. ഒലിവിയ ഫൗണ്ടേഷൻ CEO അജിത് കുമാർ വർമ്മ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ശ്രീജ അധ്യക്ഷയായി. ഒലിവിയ ഫൗണ്ടേഷൻ ഭാരവാഹികളായ രാമകൃഷ്ണൻ, ഗൗതം രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൻ്റെ ഇടം ഇൻ ദ സെൻസ് ഒരു കാര്യം നടത്തിക്കൊണ്ടു പോകാനുള്ള ശേഷി മതി. ബാക്കിയെല്ലാം ഞങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ചാൽ നമ്മൾ ഇടപെട്ട് നമുക്ക് നോക്കാം എങ്ങനെയെങ്കിലും. വടക്കഞ്ചേരി കൊടിക്കാട്ടുകാവ് വേലമഹോത്സവത്തിന്റെ ഭാഗമായി ആനപ്പന്തലിന് കാൽനാട്ടൽ കർമ്മം നടന്നു. വടക്കഞ്ചേരി മന്നമൈതാനിയിൽ ഒരുക്കുന്ന ബഹുനില പന്തലിന്റെ കാൽനാട്ടൽ കർമ്മത്തിന് മുന്നോടിയായി വിശേഷാൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ കണ്ണൻ നായർ, VK സുരേഷ് ബാബു, V മോഹനൻ, PT സുധീർ ബാബു, M വാസൻ, M സത്യനാരായണൻ, M ശിവദാസ് തുടങ്ങിയവർ കാൽനാട്ടൽ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് പ്രസിദ്ധമായ വടക്കഞ്ചേരി കൊടിക്കാട്ടുകാവ് കാർത്തിക തിരുനാൾ വേലമഹോത്സവം ആഘോഷിക്കുന്നത്. കൊന്നഞ്ചേരി ശ്രീ പള്ളിയറ ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിന്റെ ഭാഗമായി ആനപ്പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. ഈ വർഷത്തെ കൊന്നഞ്ചേരി ശ്രീ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലെ പുണർദം തിരുനാൾ ദേശവേല മഹോത്സവത്തിന്റെ വർണ്ണപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മമാണ് നടന്നത്. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് CK അച്യുതന്റെ നേതൃത്വത്തിൽ നടത്തിയ കാൽനാട്ടൽ ചടങ്ങ് കർമ്മത്തിൽ ഉത്സവ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ, വിജയകുമാർ, അജയദാസ്, ശ്രീധരൻ, പ്രശാന്ത്, ബാലൻ, സദാനന്ദൻ, സഞ്ജിൽ, സതീഷ്, വാസുദേവൻ, രക്ഷാധികാരികളായ M കൃഷ്ണൻ, TK വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 5-നാണ് പ്രസിദ്ധമായ കൊന്നഞ്ചേരി വേലമഹോത്സവം നടക്കുന്നത്. 2025 വർഷത്തെ കൊന്നഞ്ചേരി ദേശത്തെ പുണർദം തിരുനാൾ ദേശവേല മഹോത്സവം ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതി ശനിയാഴ്ച സമുചിതമാവണ്ണം ആഘോഷിക്കുകയാണ്.
ഈ ദേശത്തെ എല്ലാ ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയാലാണ് ഈ വേല മഹോത്സവം നടത്തുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ വേല ഗംഭീരമാക്കാനുള്ള ഉത്സവ കമ്മിറ്റിയുടെ പ്രയത്നം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ടൈൽസിനും സാനിറ്ററി വെയറിനും വിപുലമായ ശേഖരവുമായി അഞ്ചുമൂർത്തിമംഗലം ദൃശ്യ മാർബിൾസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ടൈൽസിലും സാനിറ്ററി വെയറിലും വിപുലമായ ശേഖരവുമായി അഞ്ചുമൂർത്തിമംഗലത്ത് ദൃശ്യ മാർബിൾസിന്റെ പുതിയ ഷോറൂം ചലച്ചിത്ര താരങ്ങളായ മിയ ജോർജ്, അനുശ്രീ, അൻസിബ ഹസൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. ഉടമ ബാബു പീറ്റർ, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം വി ശ്രീനാഥ്, ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുനവർ പുനത്തിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് KM ജലീൽ, BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൾ സലാം, ഫാദർ പീറ്റർ കുരുതുകുളങ്ങര, SBT റിട്ടയർഡ് മാനേജർ VV ആഗസ്റ്റിൻ, ദൃശ്യ ജനറൽ മാനേജർ അരുൺ വേണുഗോപാൽ, വിവിധ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സ്വർണ്ണ നെക്ലസ് സമ്മാന പദ്ധതിയിൽ 5 പേരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 2 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനായി നൽകിയ സ്ഥലത്തിൻ്റെ രേഖകളും കൈമാറി. ഓഗസ്റ്റ് 31 വരെ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ കാറും സമ്മാനമായി നൽകും. സെപ്റ്റംബർ 3-നാണ് മെഗാ നറുക്കെടുപ്പ് നടക്കുക. നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ 1999 300 സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ സ്ഥാപനം തുടങ്ങിയെന്നുള്ള കാര്യം എൻ്റെ സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും മാത്രമേ അറിയുള്ളൂ. അതിൽ ഞാൻ നന്ദിയോടെ എപ്പോഴും സ്മരിക്കുന്നത് സർവശക്തനായ ദൈവത്തോടാണ്. അതോടൊപ്പം തന്നെ എന്നിൽ നിന്ന് വിട്ടകന്നു പോയ മാതാപിതാക്കളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് 99 മുതൽ ഈ കാലയളവ് വരെ എന്നെ അകമഴിഞ്ഞ് സ്നേഹിച്ച ഓരോ കസ്റ്റമേഴ്സും, ആയിരക്കണക്കിന് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധം ഈ സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ എന്താണോ അവിടെ എത്താനുള്ളൊരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൈൽസോ കാര്യങ്ങളോ സാനിറ്ററി വെയർസോ ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ എന്തായാലും സന്തോഷം. ഇങ്ങനെ ഒരു പുതിയ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാ, കിടില. ഒരുപാട് സന്തോഷം. ദൃശ്യ മാർബിൾസിൻ്റെ ഈ ഒരു പുതിയ തുടക്കത്തിന് ഞങ്ങൾക്ക് ഭാഗമാകാൻ കഴിഞ്ഞത്. എപ്പോഴും എല്ലായിടത്തും പോകുമ്പം ഒറ്റയ്ക്കായിരിക്കും പോവുക. ഇപ്പോൾ എന്തായാലും ഞങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ വരാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഒരു സ്പെഷ്യൽ സന്തോഷമാണ്, എക്സ്ട്രാ സന്തോഷമാണ്. ഇത്രയും വെയിലുള്ളൊരു സമയത്തായിട്ട് പോലും എല്ലാവരും വന്നല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ തികച്ചും എല്ലാ രീതിയിലുള്ള പ്രോഡക്ട്സും സാനിറ്ററി വെയർസ്, അതായത് മാർബിൾസ് ആണെന്നുണ്ടെങ്കിലും ടൈൽസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ദൃശ്യ മാർബിൾസിൽ അവൈലബിൾ ആണ്. ദൃശ്യം സിനിമ പോലെ തന്നെ ദൃശ്യ മാർബിൾസും വേൾഡ് ഫേമസ് ആയി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ.